മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. മഹാഭാരതത്തെക്കുറിച്ച് നമ്മൾ വിവരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മഹാഭാരതം മുഴുവനും പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. 1,25,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതത്തിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ മഹാഭാരതത്തിൽ സമകാലീന പ്രസക്തങ്ങളായ അനവധി അനുഭവങ്ങളുണ്ട്. ഓരോ വ്യക്തിക്കും അവരവരുടേതായിട്ടുള്ള ചുറ്റുപാടുകളുടെ സമ്മർദ്ദം കൊണ്ട് ചെയ്തു തീർക്കേണ്ടതായ കാര്യങ്ങൾ അവർ ചെയ്യുന്നതാണ് അവരുടെ അനുഭവം. കാര്യദേഹി അവശകർമ്മ സർവ പ്രകൃതിജൈർഗുണൈഹി. ഒരു ഡോക്ടറുടെ ലെവലിൽ ചെയ്തു തീർക്കേണ്ട കർമ്മങ്ങളുണ്ട്. എഞ്ചിനീയർ, ചാർട്ടേഡ് അക്കൗണ്ടന്റ്, അഡ്വക്കേറ്റ്, ജഡ്ജി, ഒരു പോലീസുകാരൻ, എല്ലാവരും ഒരേ രീതിയിലുള്ള അനുഭവങ്ങളിലൂടെയല്ല കടന്നു പോകുന്നത്. അവരുടെ ബാക്ക്ഗ്രൗണ്ടും അവരുടെ ചുറ്റുപാടുകളും അവരെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുന്നു. അത് ചെയ്തേ മതിയാവും. അതവരുടെ ധർമ്മമാണ്, ഡ്യൂട്ടിയാണ്, റെസ്പോൺസിബിലിറ്റിയാണ്, കുറേ കാര്യങ്ങൾ പ്രിവിലേജുമാണ്. അങ്ങനെയാണ് വ്യത്യസ്തങ്ങളായ ചരിത്ര പുരുഷന്മാര്. പാണ്ഡവരിൽ 5 പേര്, അവർ വ്യത്യസ്തന്മാരാണ്. കൗരവന്മാര് ഒരു കാര്യത്തിൽ ഒരുമിച്ചുണ്ടെങ്കിലും അവർ വ്യത്യസ്തന്മാരാണ്. ഭീഷ്മര് വ്യത്യസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ദ്രോണര്, കർണൻ, അതുപോലെ തന്നെ കുന്തി, ദ്രൗപദി, ഇതുപോലെ തന്നെ ഗാന്ധാരി, ധൃതരാഷ്ട്രർ, വിതുരൻ, എല്ലാവരും വ്യത്യസ്തരായിട്ടുള്ളവരാണ്. ഗ്രൂപ്പുകളാക്കാൻ പറ്റില്ല. പാണ്ഡവരെല്ലാവരും ഒരേ സ്വഭാവമുള്ളവരല്ല. ധർമ്മപുത്രർക്ക് ധർമ്മത്തിന്റെ മൂർത്തിമത് ഭാവമാണ്. ഭീമനാണെങ്കിൽ ശക്തിയുടെ മൂർത്തിമത് ഭാവമാണ്. അർജുനനാണെങ്കിൽ ചിന്താശക്തിയുടേതാണ്. നകുലനാണെങ്കിൽ സൗന്ദര്യത്തിൻ്റെതാണ്. സഹദേവനാണെങ്കിൽ സത്യസന്ധതയുടെയാണ്. അവർ 5 പേര് 5 ടൈപ്പാണ്. അങ്ങനെ തന്നെയാണ് കൗരവരും. പക്ഷേ മൊത്തം നെഗറ്റീവിന് വേണ്ടി ജീവിക്കുന്നത് കൊണ്ട് എല്ലാവരും ഒരേപോലെയാണെന്ന് നമ്മൾ ധരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ അവരുടെ അനുഭവങ്ങള് അവര് ജീവിതത്തിൽ കാണിച്ചു തന്നത് വേദവ്യാസൻ മഹാഭാരതത്തിൽ എഴുതി നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ധർമ്മപുത്രര് ജീവിച്ചതുപോലെ ഇന്ന് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കരുത്. ഭീഷ്മര് ജീവിച്ച പോലെയും ജീവിക്കാൻ ശ്രമിക്കരുത്. മറിച്ച് അവരുടെ ജീവിതത്തിൽ അവർ നല്ലത് ചെയ്തപ്പോൾ അവർക്ക് എന്ത് ലഭിച്ചു, അവരുടെ ജീവിതത്തിൽ അവർ തിന്മ ചെയ്തപ്പോൾ അവർക്ക് എന്ത് സംഭവിച്ചു, അത് നമുക്കും ആപ്ലിക്കബിൾ ആണ്. അത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതായാലും ഇനി ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കാൻ പോകുന്നതാണെങ്കിലും നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികൾക്ക്, തിന്മ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഓരോ അനുഭവങ്ങളും നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ് ശരിയേത് തെറ്റേത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് ശരികൾ എടുത്ത് ജീവിക്കാനുള്ള അത്രയും കാലം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കണില്ല. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക? എല്ലാം നമ്മൾ ഒരു തരത്തില് എക്സാമ്പിളുകളായിട്ടാണ് എടുക്കാം. അയാള് ഇങ്ങനെ ബിസിനസ് ചെയ്തപ്പോൾ സക്സസ്ഫുൾ ആയി എങ്കിൽ ഞാൻ അങ്ങനെ ബിസിനസ് ചെയ്താൽ സക്സസ്ഫുൾ ആവും. ഷെയർ ബിസിനസ് അങ്ങനെയല്ലേ? കുറേ കാലമായിട്ട് ഷെയറുകൾക്ക് നല്ല അപ്വേർഡ് ട്രെൻഡാണ്. ആ അപ്വേർഡ് ട്രെൻഡ് നിലനിൽക്കുന്നത് കൊണ്ട് നമുക്കും ഷെയർ വാങ്ങിക്കാം എന്നൊരാൾക്ക് തോന്നും. ഡൗൺവേർഡ് ട്രെൻഡ് വരുമ്പോൾ അത് വളരെ കാര്യമായിട്ട് ഡൗൺവേർഡ് ട്രെൻഡ് വരുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിലുള്ള ഷെയർ വിൽക്കാം. അപ്പം നമ്മൾ എക്സാമ്പിളുകളാണ് എടുക്കാറുള്ളതെല്ലാം. കഴിഞ്ഞ വർഷം മെയ് മാസം 20-ാം തീയതി തന്നെ കാലവർഷം തുടങ്ങി. ഈ വർഷവും നേരത്തെ തുടങ്ങാൻ സാധ്യതയുണ്ട്. എക്സാമ്പിളാണ് നമ്മൾ എടുക്കാം. അതുപോലെയാണ് ഇന്ന മനുഷ്യൻ ഈ രീതിയിൽ ബസ്സിൽ ഓടിച്ചാടി കയറിയപ്പോൾ അയാൾ താഴെ വീണു മരിച്ചു. അതുകൊണ്ട് നമ്മൾ ഓടിച്ചാടി കയറരുത്. ഇത് നമ്മളെ മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്ന്, മറ്റു വസ്തുതകളുടെ അനുഭവത്തിൽ നിന്ന്
നമുക്ക് പഠിക്കാൻ അവസരം ലഭിക്കുന്നത് മാത്രമാണ് മഹാഭാരതത്തിലെ സമുജ്വലവും ഉജ്ജ്വലവും ഗഹനവും ആയിട്ടുള്ള സന്ദേശം നമുക്ക് ലഭിക്കാം. ഇനി ഇത് മാത്രമല്ല, ഇനി അടുത്തൊരു സ്റ്റെപ്പ് ഉണ്ട്. മഹാഭാരതത്തിലാണ് ഭഗവത്ഗീതയുള്ളത്. യോഗവാസിഷ്ഠം എന്ന ഗ്രന്ഥത്തില് 11ാമത്തെ വയസ്സിൽ ശ്രീരാമൻ യുവരാജാവായിട്ട് അഭിഷിക്തനാകാൻ തയ്യാറാക്കാൻ വേണ്ടി ദശരഥൻ ശ്രമിച്ചപ്പോ ഈ ശ്രീരാമൻ നിരന്തരം തൻ്റെ നാട്ടിലൂടെ കുതിരപ്പുറത്ത് സവാരി ചെയ്ത് തിരിച്ചു വന്ന് അച്ഛനോട് പറയേണ്ട, ഈ ലോകത്തിന് മുഴുവനും ദുഃഖവും വേദനയും വാർദ്ധക്യവും എല്ലാമാണ് ഉള്ളത്. അങ്ങനെയുള്ളൊരു ലോകത്തില് ഞാൻ രാജ്യഭാരം ഏറ്റെടുക്കാനൊന്നും താല്പര്യമുള്ളവനല്ല. എനിക്ക് രാജ്യഭാരമേ സാധിക്കില്ല. കാരണം അത്രയും അധികം വേദനയും ദുഃഖവും നിറഞ്ഞതാണ് ഈ ലോകം എന്ന് പറഞ്ഞ് ശ്രീരാമൻ താൻ രാജ്യഭാരം ഏറ്റെടുക്കില്ലെന്നങ്ങോട്ട് അൺകണ്ടീഷണലി പറയേണ്ടായി. അവതാരമായ ശ്രീരാമനെ തൻ്റെ ഉറച്ച തീരുമാനത്തിൽ നിന്ന് വ്യതിചലിപ്പിച്ച് താൻ രാജ്യഭാരം ഏറ്റെടുക്കേണ്ടത് ആവശ്യമാണ്. അത് തൻ്റെ ഡ്യൂട്ടിയാണ്, റെസ്പോൺസിബിലിറ്റിയാണ്, പ്രിവിലേജാണ്, അതായത് നമ്മുടെ ധർമ്മമാണ് എന്ന് ബോധ്യപ്പെടുത്തിയത് മനുഷ്യനായ വസിഷ്ഠ മഹർഷിയാണ്. അപ്പോൾ വാൽമീകി രാമായണത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പോലും അതിനോട് ചേർക്കാവുന്ന യോഗവാസിഷ്ഠം എന്ന ഗ്രന്ഥമുണ്ടായത് അവതാരമായ ശ്രീരാമനെ മനുഷ്യനായിട്ടുള്ള വസിഷ്ഠൻ ഉപദേശിക്കുന്നതാണ്. മഹാഭാരതത്തില് അവതാരമായ ശ്രീകൃഷ്ണൻ മനുഷ്യനായ അർജുനനെ ഉപദേശിക്കുന്നതാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ MBA സിലബസിന്റെ ഭാഗമാണ് ഭഗവത്ഗീത. അതുപോലെ ഗോർബച്ചേവ് നിരന്തരം കൂട്ടിയുന്ന ഭഗവത്ഗീത എന്നാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ ആവേശം തന്നത് ഭഗവത്ഗീതയാണ്. ഇന്ന് ഭഗവത്ഗീത അനേകായിരം യൂണിവേഴ്സിറ്റികളിൽ വേൾഡ് ഓവർ പഠിപ്പിക്കുന്നുണ്ട്. അതൊരു ധർമ്മ ബേസ്ഡ് മാനേജ്മെന്റ്, ഡ്യൂട്ടി ബേസ്ഡ് മാനേജ്മെന്റ് എന്ന രീതിയിലാണ് ഭഗവത്ഗീത പഠിപ്പിക്കുന്നത്. ബിസിനസ് വീക്ക് എന്ന 70 മില്യൺ കോപ്പികൾ പ്രസിദ്ധീകരിക്കുന്ന ബിസിനസ്സുകാരുടെ വേദമന്ത്രം എന്ന് പറയുന്ന ബിസിനസ് വീക്ക് എന്ന ആ വാരിക ഒരിക്കൽ എഴുതുകയുണ്ട്, ഗീത ബിക്കംസ് ദ ന്യൂ മന്ത്ര ഫോർ ദ ബിഗ് ബിസിനസ് കമ്മ്യൂണിറ്റി ഇൻ US എന്ന ടൈറ്റിലോടുകൂടി കവർ സ്റ്റോറി പോലും ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുക്കുന്ന ശ്രീകൃഷ്ണനും അർജുനനുമാണ് ആ ബിസിനസ് വീക്കിലെ കവർ സ്റ്റോറി. അപ്പൊ ആ ഭഗവത്ഗീത മഹാഭാരതത്തിന്റെ ഭാഗമാണ്. അതുപോലെ ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മര് ധർമ്മപുത്രർക്ക് ഉപദേശം കൊടുക്കുന്നുണ്ട്. ഭീഷ്മോപദേശം എന്നാണ് അതിന്റെ പേര്. എങ്ങനെയാണ് ഒരു രാഷ്ട്രം ഭരിക്കേണ്ടത് എന്നാണ്. അതിനകത്ത് ആത്മീയതയില്ല. ശരിക്കു പറഞ്ഞാൽ ആത്മീയതയേ ഇല്ല, മതവുമില്ല. ശരിക്ക് NBS നാഷണൽ ബുക്ക് സൊസൈറ്റി പബ്ലിഷ് ചെയ്ത മഹാഭാരതത്തിന്റെ ഭാഷാഭാഷ്യം വായിച്ചു നോക്കുകയാണെങ്കിൽ 9 വോളിയം ഉണ്ട്. വലിയ പുസ്തകമാണ്. 9 വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 8800 പേജ് ഉണ്ട്. അതില് ഭീഷ്മോപദേശം 200 പരം പേജുകൾ വരും. ഭീഷ്മര് ഒരു രാജ്യത്തിന്റെ സമഗ്രമായ ഭരണവിവരണങ്ങൾ, സമഗ്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭിക്ഷക്കാരൻ മുതൽക്ക് രാജാവ് വരെ ഉള്ളവരുടെ ഡ്യൂട്ടിയും എല്ലാം അവര് ഇങ്ങനെ ജീവിക്കണം എന്നുള്ളത് അങ്ങോട്ട് വിവരിക്കാൻ. അവിടെ ഒന്നും തന്നെ ഈശ്വരൻ അല്ലെങ്കിൽ ദൈവം അങ്ങനെ അല്ലെങ്കിൽ ആത്മീയത, മതം ഇവിടെ വരുന്നില്ല. ഇപ്പൊ മഹാഭാരതത്തിനകത്ത് 700ഓളം ശ്ലോകങ്ങളുള്ള ഭഗവത്ഗീത അവതാരമായ കൃഷ്ണൻ അർജുനന് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ ജ്ഞാനയോഗമുണ്ട്, അഥവാ സാഖ്യയോഗമുണ്ട്, കർമ്മയോഗമുണ്ട്, കർമ്മസന്യാസ യോഗമുണ്ട്, ഭക്തിയോഗമുണ്ട്. എല്ലാ വിവരണങ്ങളും ചേർന്ന ഉപദേശങ്ങൾ ഭഗവത്ഗീതയിലുണ്ട്. രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങൾ ഭീഷ്മര് ധർമ്മപുത്രർക്ക് നൽകുന്നത് അതിനകത്തുണ്ട്. അതുപോലെ തന്നെ ശ്രീകൃഷ്ണൻ ഗാന്ധാരിക്ക് ഉപദേശം നൽകുന്നുണ്ട്. ശ്രീകൃഷ്ണൻ കുന്തിക്ക് ഉപദേശം നൽകുന്നുണ്ട്. ഇങ്ങനെ ഓരോരുത്തരും ചെറുതും വലുതുമായ ഉപദേശങ്ങളുടെ സമാഹാരം മറ്റുള്ളവർക്ക് നൽകുന്നതൊക്കെ തന്നെ നമ്മൾ വായിച്ച് നമ്മുടെ ജീവിതത്തിൽ പകർത്താനാണ്. അവരെ കേൾപ്പിച്ച് അതോടുകൂടി ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യാനല്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, മഹാഭാരതത്തില് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ മഹാഭാരതത്തിലെ എല്ലാ വരിയും ഇന്ന് പ്രാക്ടിക്കലല്ല, പ്രാക്ടിക്കബിളും അല്ല. അതിനകത്തുള്ളത് പ്രാക്ടിക്കലായിട്ടുള്ളത്, ഇന്ന് യൂസ്ഫുൾ ആയിട്ടുള്ളത്, അഡോപ്റ്റബിളും അഡാപ്റ്റബിളുമായിട്ടുള്ള
ആയിരക്കണക്കിന് സന്ദേശങ്ങൾ ഓരോരുത്തര് മറ്റുള്ളവർക്ക് വിവരിച്ചു കൊടുക്കുന്നത് ഭംഗിയായിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഉപദേശങ്ങൾ മഹാഭാരതത്തിലുണ്ട്. അപ്പം മഹാഭാരതത്തില് ഭീഷ്മര് ഈ ധർമ്മപുത്രർക്ക് ഉപദേശങ്ങൾ കൊടുക്കുന്ന കൂട്ടത്തില് ധർമ്മപുത്രർക്ക് വളരെ എളുപ്പത്തില് ഓരോ ഗുണവും ഓരോ ദോഷവും വിവരിച്ചു കൊടുക്കുന്നതിന് ഇടയ്ക്കിടയ്ക്ക് കഥകൾ പറയുന്നുണ്ട്. അതാണ് ഭഗവത്ഗീതയിൽ ഇടയ്ക്കിടയ്ക്ക് കഥകളില്ല. ഭഗവത്ഗീതയിൽ ഉപദേശം മാത്രമാണ്. 18 അധ്യായങ്ങളിലൂടെ 18 വിഷയങ്ങൾ. അതിന് പാരമാർത്ഥിക സത്യവും വ്യാവഹാരിക സത്യവും തമ്മിൽ അങ്ങനെ വേർതിരിച്ചിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് ഭഗവത്ഗീതയുടെ പ്രത്യേകതയും. പരമമായ സത്യം എന്താ, അതൊരു വശം. വ്യാവഹാരിക സത്യം എന്ത്, അത് മറ്റൊരു വശം. ഇത് രണ്ടുമാണ് ഭഗവത്ഗീതയിൽ. കർമ്മത്തെക്കുറിച്ചായാലും ജ്ഞാനത്തെക്കുറിച്ചായാലും ഭക്തിയെക്കുറിച്ചായാലും എല്ലാം വിവരിക്കുന്നത്. ഒരു രാജാവിന് സന്യാസിയാവാനുള്ള പെർമിഷൻ ഇല്ല. കാരണം അയാളുടെ കർമ്മയോഗം രാജാവായിട്ട് ഭരിക്കുകയാണ്. നമ്മളുടെ നേതാക്കന്മാരിൽ ചിലർ സന്യാസിയായിട്ട് ഇൻട്രോസ്പെക്ഷന് പോയിട്ടുണ്ട്. എവിടേക്കാ പോയിരിക്കുന്നതെന്നുള്ള അമ്മയ്ക്ക് ഒഴികെ ബാക്കി ആർക്കും അറിഞ്ഞുകൂടാ. അത് ഇന്നത്തെ കാലത്ത് പറ്റും. കാരണം വീണയുടെ വിഷ്ണു ലോകം എന്ന് പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും പറഞ്ഞുകൊണ്ട് നടക്കാം. പണ്ടത് പറ്റില്ല. ഒരു രാജാവിനെ കാണാണ്ടേ ആയാല്, രാജാവ് ആകാൻ പോണ ആളെ കാണാണ്ടേ ആയാല് അത് രാജ്യത്തിന്റെ അരക്ഷിതാവസ്ഥയാണ്. അത് രാജ്യത്തിന്റെ ഗതികേടാണ്. അതൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ ഇവിടെ ആളില്ലാതിരിക്കാൻ കാരണം ഉറക്കം പറയുന്നവനും ഒടുക്കം നിർത്തുന്നവനും ഒന്നും അറിയാത്തവനും ജയിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ സാധിക്കുന്നത്. പലപ്പോഴും ഒഫൻസീവിൽ നിൽക്കേണ്ടവർ ഡിഫൻസീവിൽ നിൽക്കേണ്ടി വരുന്നത് മനസ്സിനകത്ത് അപകർഷതയുള്ളത് കൊണ്ടാണ്. ഏതായാലും അത് അവിടെ ഇരിക്കട്ടെ. നമ്മളുടെ രാഷ്ട്രത്തിൽ ഈ ഭഗവത്ഗീതയിൽ വ്യാവഹാരികവും പാരമാർത്ഥികവുമായ സത്യങ്ങൾ വിവരിക്കുന്നതിനിടയ്ക്ക് കഥകളില്ല. ഭീഷ്മോപദേശത്തിനിടയ്ക്ക് ധാരാളം കഥകളുണ്ട്. എന്തിനാ കഥകൾ പറയുന്നത് അറിയോ? ധർമ്മപുത്രർക്ക് നമ്മളിപ്പോൾ ഒരു MBAക്ക് ക്ലാസ് എടുക്കാമെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ മെഡിക്കൽ സയൻസിൽ എത്തിക്സിനെ കുറിച്ച് ക്ലാസ് എടുക്കാമെന്ന് വിചാരിക്കാം. അവര് ഒരു അനുഭവങ്ങൾ പറയും, അല്ലെങ്കിൽ കഥകൾ പറയും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പറഞ്ഞു കൊടുത്തിരിക്കുന്ന തിയറട്ടിക്കൽ നോളജ് കറക്റ്റായിട്ട് മനസ്സിനകത്തേക്ക് പോകാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു കഥ പറഞ്ഞു കൊടുക്കാം. ആ കഥയ്ക്ക് കഥയുടെ വാല്യൂ മാത്രമല്ല, കഥയ്ക്കകത്ത് നിന്ന് എടുക്കേണ്ടതായിട്ടുള്ള സന്ദേശത്തിന്റെ അതിഗഹനമായിട്ടുള്ള വാല്യൂ ഉണ്ട്. കഥകളിലൂടെ കാര്യങ്ങൾ കൊടുക്കുമ്പോൾ മനസ്സിനകത്ത് കുറേ കാലം നിൽക്കും. ഉപദേശം മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഡൈല്യൂട്ടഡ് ആയിട്ട് പോകും. അതുകൊണ്ട് നമ്മൾ ഈ ഊണ് കഴിക്കണമായിരിക്ക. ഊണ് കഴിച്ചാൽ പല രീതിയിലുള്ള പോഷകാംശങ്ങൾ അകത്തേക്ക് കിട്ടും. വൈറ്റമിൻ B കോംപ്ലക്സിന്റെ മാത്രം കഴിച്ചു കഴിഞ്ഞാൽ അത് മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ B കോംപ്ലക്സിന്റെ മാത്രം ആവശ്യമേ ഉള്ളൂ എങ്കിൽ B കോംപ്ലക്സ് കൊടുത്താൽ മതി. പല 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 കാര്യങ്ങൾ, കാർബോഹൈഡ്രേറ്റ് വേണം, ഫാറ്റ് വേണം, പ്രോട്ടീൻ വേണം, പോളിയൻസാച്ചുറേറ്റഡ് ഫാറ്റ് വേണം, മൈക്രോ ന്യൂട്രിയൻസ് വേണമെങ്കിൽ എല്ലാം കൂടി ചേർത്തിട്ട് ഒരു ക്യാപ്സ്യൂളാക്കി കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഊണ് കഴിക്കണം എന്ന് പറയണം. അപ്പൊ കഥകൾ ഊണ് കഴിക്കുന്ന മാതിരിയാണ്. എല്ലാ വിവരണങ്ങളുണ്ട്. ഉപദേശം ടാബ്ലറ്റ് കൊടുക്കുന്ന മാതിരിയാണ്. അപ്പോ മഹാഭാരതത്തിൽ ഭീഷ്മർ കൊടുക്കുന്ന ഭീഷ്മോപദേശത്തില് ധാരാളം കഥകൾ വരാൻ കാരണം ഇത് കേൾക്കുന്ന വ്യക്തികൾക്ക് ഒരിക്കലും അത് മറന്നു പോകാത്ത വിധത്തിൽ മനസ്സിനകത്ത് ഉണ്ടാവാൻ വേണ്ടി പറയുന്ന കഥകളാണ് കഥകൾ. പാണ്ഡവരുടെ കഥകളല്ലാതെ പാണ്ഡവരോട് പറയുന്ന കഥകൾ, ശകുനി പറയുന്ന കഥകൾ, അതിന് കൗരവരോട് പറയുന്ന കഥകൾ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉപദേശം അവരുടെ മനസ്സിൽ നിലനിൽക്കാൻ. ഇപ്പം മഹാഭാരതത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കുക, വളരെ അതിബൃഹത്താണ്. അത് യുദ്ധത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒരു ഭാഗം, ചെറിയൊരു ഭാഗം മാത്രം. ഒരാളിനോട് ചോദിക്കേണ്ടായി, മഹാഭാരതം വീട്ടിൽ വെക്കരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ചിലര് തലയ്ക്ക് തോന്നിയതെല്ലാം പറയുമ്പോൾ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്ന, എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്. മഹാഭാരതം വീട്ടിൽ വെക്കാൻ പാടില്ല എങ്കിൽ പിന്നെ അത് എഴുതിയ എന്തിനാ? കാട്ടിൽ വെക്കാനാണ് എഴുതിയത്. അത് മനുഷ്യര് പഠിച്ച് നന്മ നിറഞ്ഞ രീതിയിൽ ജീവിക്കാൻ വേണ്ടിയല്ലേ മഹാഭാരതം എഴുതിയത്. ആരോ എന്തോ പറയുമ്പോൾ അന്ധേന നീയമാനഹ അന്ധ ഇവ എന്ന് സംസ്കൃതത്തിൽ ഒരു ചൊല്ലുണ്ട്. കണ്ണ് കാണാത്തവനെ നയിക്കുന്നത് പോലെ ആരോ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇതിൽ അകത്തേക്ക് കയറുന്നത്. ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ മദ്രാസിലായിരുന്നു. ഒരാള് എന്നെ വിളിച്ച് ചോദിക്കാം, സാർ 5 മിനിറ്റ് സംസാരിക്കാൻ പറ്റുമോ? ഞാൻ ചോദിച്ചു, എന്താ കാര്യം? ഞാനൊരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ വുഡ്ബിയും ഞാനുമായിട്ട് നല്ല മനപ്പൊരുത്തമാണ്. അപ്പോൾ ഞാൻ കല്യാണം കഴിച്ചോട്ടെ, ഞങ്ങൾ ഡിഫറൻറ്റ് കാസ്റ്റാണ്. ഈ മനപ്പൊരുത്തം എന്നൊരു വാക്കിന്റെ അർത്ഥം അയാൾ ധരിച്ചു വെച്ചിരിക്കുന്നത് പ്രേമിച്ചു കഴിഞ്ഞാൽ ആ പ്രേമമാണ് മനപ്പൊരുത്തം എന്നാണ്.
എന്തൊരു അബദ്ധമാണല്ലേ. പ്രേമിക്കുന്നതാണ് മനപ്പൊരുത്തം. അപ്പൊ കുറെ കഴിഞ്ഞ് ആ പ്രേമമൊക്കെ തീരുമ്പോൾ ഡൈവോഴ്സിലേക്ക് പോയാൽ അപ്പൊ മനപ്പൊരുത്തം തീർന്നു എന്നർത്ഥം. അപ്പൊ യഥാർത്ഥത്തില് അറിയാത്ത ചില കാര്യങ്ങൾ അറിയുന്നവരെ പോലെ പറയുന്നത് എല്ലാ മതത്തിലും ഉണ്ട്. ഇവിടെ അതിനേക്കാൾ ഗംഭീരമായിട്ടുണ്ട്. ഇന്നലെ ഒരു മുഹമ്മദ് കുറിയ എന്ന് പറയുന്ന ഒരാള് എന്നെ ഒരു പച്ച തെറി പറഞ്ഞുകൊണ്ട് ഒരു വരി യൂട്യൂബിൽ എഴുതി. കാരണം ഞാൻ ഖുറാനെ ശക്തിയുക്തം ഖുറാനിലെ വരികൾ ഉദ്ധരിച്ചുകൊണ്ട് എതിർത്തത് സക്കീർ നായിക്ക് പറയുന്നതിനെ എതിർത്തുകൊണ്ട് എഴുതിയപ്പോൾ അയാൾക്ക് ഉത്തരം കിട്ടിയില്ല. അപ്പൊ എളുപ്പ വഴി എന്താ? ഉത്തരം കിട്ടിയില്ലെങ്കിൽ കൊഞ്ഞനം കാണിക്കുക. അങ്ങനെയുള്ളൊരു വിഭാഗമുണ്ട്. തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്ന ഒരു വിഭാഗമുണ്ട്. തെറ്റായിട്ട് ധരിച്ച് വിവരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. പിന്നെ കുറേയധികം അന്ധവിശ്വാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഈ കുറെ ഫോളോവേഴ്സിനെ ഉണ്ടാക്കാൻ വേണ്ടി ഭക്തി ഇഞ്ചക്ട് ചെയ്യുന്നൊരു വിഭാഗമുണ്ട്. പിന്നെ അവരെ തെറ്റിദ്ധരിപ്പിച്ച് കൂടെ നിർത്തുന്നൊരു വിഭാഗമുണ്ട്. പിന്നെ ഞാനാണ് നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വന്നിരിക്കുന്ന വ്യക്തി എന്ന് ബോധ്യപ്പെടുത്താൻ കുറെ പേരുണ്ട്. ഇതൊന്നുമല്ല നമ്മളുടെ ജീവിതം. ഭാരതീയ ഹൈന്ദവ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയും നമ്മുടെ യുക്തിയും നമ്മുടെ വിവേകവും നമ്മുടെ ചിന്താശക്തിയും വേറെ ഒരാൾക്ക് മടിയറ വെക്കേണ്ട കാര്യമില്ല. ആരുടെ കൂട്ടത്തിൽ വേണമെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്തോളൂ, ആരുടെ മഹായജ്ഞത്തിൽ വേണമെങ്കിൽ പങ്കെടുത്തോളൂ. നിങ്ങളുടെ ബുദ്ധിശക്തിയും ചിന്താശീലവും എന്തിനാ മറ്റുള്ളവർക്ക് വേണ്ടി പണയപ്പെടുത്തുന്നത്? നിങ്ങൾക്കറിയാവുന്നതിൻ്റെ അത്രയൊന്നും ഇവിടുത്തെ പല സന്യാസിമാർക്കും അറിഞ്ഞുകൂടാ. അവര് ചില കഥകൾ പറയും, ചില ഉദാഹരണങ്ങൾ പറയും, ചില വിവരണങ്ങൾ തരും. കണ്ണു അടച്ച് എന്തിനാ വിശ്വസിക്കാൻ പോകുന്നത്? നമ്മള് മഹാഭാരതം വീട്ടിൽ വെക്കരുത് എന്ന് പറയുകയാണെങ്കിൽ എന്തുകൊണ്ടെന്നൊരു ചോദ്യം ചോദിക്കണ്ടേ? യുദ്ധം ഉണ്ടാവും, അതുകൊണ്ട് ജ്യേഷ്ഠാനുജന്മാർ തമ്മിലുള്ള യുദ്ധം ഉണ്ടാവും, അതുകൊണ്ടാണ് മഹാഭാരതം വെക്കരുതെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതോടുകൂടി ഉത്തരം കിട്ടിയ മാതിരി വരണോ? അടുത്തൊരു ചോദ്യമില്ലേ, രാമായണത്തിൽ യുദ്ധമില്ലേ? അതുപോലെ ഭാഗവതത്തിൽ ദേവാസുര യുദ്ധമില്ലേ? ദേവി ഭാഗവതത്തിൽ യുദ്ധമില്ലേ? ബൈബിളിൽ യുദ്ധത്തെക്കുറിച്ച് പറയുന്നില്ലേ? പ്രോഫറ്റ് മുഹമ്മദ് എങ്ങനെയാ 69 രാജ്യങ്ങളിലേക്ക് ഈ ഇസ്ലാം മതം പ്രചരിപ്പിച്ചത്? വാളുകൊണ്ട് മാത്രം പ്രചരിപ്പിച്ചൊരു മതമാണ് ഇസ്ലാം മതം. അപ്പോൾ ഖുർആൻ വീട്ടിൽ വെക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? എന്നാലോചിച്ച് നോക്കുക. എത്ര ഗുരു ഗ്രന്ഥ സാഹിബില് അത് എഴുതിയതില് എത്ര സിഖ് ഗുരുക്കന്മാരെയാ മുസ്ലിങ്ങൾ ഔറംഗസീബും അക്ബറും കൊന്നിരിക്കുന്നേ അറിയോ? കണക്കില്ലാത്ത അത്രയും ഗുരുക്കന്മാരെ, അതായത് സിഖ് ഗുരുക്കന്മാരെ മുസ്ലിങ്ങൾ കൊന്നിട്ടുണ്ട്. ഇതൊന്നും നെഹ്റുവിന് വേണ്ടി ചരിത്രത്തിൽ എഴുതാതിരിക്കുക. നെഹ്റുവിന് സുഖമായിട്ട് രാജ്യം ഭരിക്കാൻ വേണ്ടി ചരിത്രം തന്നെ ഡിസ്റ്റോർട്ട് ചെയ്തതാണ്. അങ്ങനെ ഉള്ള യുദ്ധം എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ മഹാഭാരതത്തിലും ഉണ്ട്. അതുകൊണ്ട് മഹാഭാരതത്തിൽ യുദ്ധമുണ്ട് എന്നുള്ളത് കൊണ്ട് യുദ്ധമുള്ള ഒരു സിനിമ കണ്ടാൽ വീട്ടിൽ യുദ്ധം ഉണ്ടാവും, യുദ്ധമുള്ള ഒരു കഥ വായിച്ചാൽ വീട്ടിൽ യുദ്ധം ഉണ്ടാവും, യുദ്ധത്തിന്റെ അനുഭവങ്ങൾ വായിച്ചാൽ വീട്ടിൽ യുദ്ധം ഉണ്ടാവും എന്ന് പറയുന്നതിൽ എന്തർത്ഥമുള്ളത്? ഇങ്ങനെയും കൂടി നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കണം. നിങ്ങളുടെ ബുദ്ധിയും യുക്തിയും ഒരിക്കലും പണയപ്പെടുത്തരുത്. ഇപ്പൊ മഹാഭാരതത്തില് ഓരോ വ്യക്തിയുടെയും, ഇപ്പൊ 5 പാണ്ഡവരുടെ, പ്രധാനപ്പെട്ട 4 കൗരവരുടെ, പിന്നെ കുന്തിയുടെ, ഗാന്ധാരിയുടെ, ധൃതരാഷ്ട്രരുടെ, ഭീഷ്മരുടെ, ദ്രോണരുടെ, കർണന്റെ, വിതുരന്റെ എല്ലാം കൂടി ചേർത്ത് 20 പ്രധാനപ്പെട്ട വ്യക്തികളുടെ ജീവിതാനുഭവങ്ങളാണ്. ആ ജീവിതാനുഭവങ്ങൾക്കിടയ്ക്ക് അവർ കൊടുക്കുന്ന ഉപദേശങ്ങൾ, ഭീഷ്മോപദേശം പോലെ, അതുപോലെ ശ്രീകൃഷ്ണോപദേശം പോലെ, ഭഗവത്ഗീതയുടെ ഉപദേശം പോലെ, ധർമ്മപുത്രരുടെ ഉപദേശം പോലെ, വേദവ്യാസം കൊടുക്കുന്ന ഉപദേശം പോലെ ആയിരക്കണക്കിന് ഉപദേശങ്ങളുടെ ബണ്ടിലുകൾ മഹാഭാരതത്തിലുണ്ട്. ഈ ഉപദേശങ്ങൾ കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തില് ഉപദേശങ്ങൾ മനസ്സിനകത്ത് തറച്ചു നിൽക്കാനായിട്ട് കഥകളും വിവരിച്ചു കൊടുക്കുന്നുണ്ടെന്ന് നമ്മൾ അറിയണം. അങ്ങനെയാണ് മഹാഭാരതം പഠിക്കേണ്ടത്. പ്രണാമം, നമസ്കാരം.